വൈകുന്നേരമായപ്പോൾ വീട്ടിലേക്ക് വിരുന്നുകാരെല്ലാവരും വന്നു. അപ്പം ഞാൻ ചിന്തിച്ചു എന്തുണ്ടാക്കുമെന്ന്. അപ്പോഴാണ് ഫ്രിഡ്ജിൽ ബണ്ണുള്ളത് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ബൺ മസ്കയും ഇറാനി ചായയും. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ, എപ്പോഴോ ട്രെൻഡിങ് ഔട്ടായതാണ്. അതെ, എപ്പോഴോ ട്രെൻഡിങ് ഔട്ടായതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് 100 ഗ്രാംസ് ഓഫ് ബട്ടറും വാനില എസെൻസും കണ്ടൻസ് മിൽക്കും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബട്ടർ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടാവും, എന്നാലേ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും മിക്സ് ആവാൻ. ആ നേരം കൊണ്ട് നമ്മൾ എത്രയാണോ ബണ്ണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മുറിച്ച് ബട്ടറിൽ ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇതുപോലെ എല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അസംബിൾ ചെയ്യുന്ന പരിപാടിയാണ്. അസംബ്ലിങ്ങിൽ നമ്മളെല്ലാവരും ഉഷാറാക്കണം. ഒരുപാട് ബട്ടർ ക്രീം ഉണ്ടല്ലോ, അപ്പോൾ ബട്ടർ ക്രീമെല്ലാം നല്ലോണം നമ്മൾ ബണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു പിശുക്കും കൂടാതെ നമ്മൾ ഉള്ളിലേക്ക് നല്ലോണം നിറച്ച് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ ബൺ മസ്കേൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഇറാനി ചായയാണ്. അപ്പോൾ ഇറാനി ചായ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് സാധാരണ എങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ, പക്ഷേ ഒരുപാട് സമയം നമ്മൾ തിളപ്പിച്ച് ചെറിയ സിമ്മിലൊക്കെ ഇട്ട് നല്ലോണം തിളപ്പിക്കുക. അതാണ് മെയിൻ ടാസ്ക്. പിന്നെ ഇനി അസംബ്ലിംഗ് ആണ് പരിപാടി. അപ്പോൾ അസംബ്ലിങ്ങിൽ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ തേയില വെള്ളം നല്ലോണം തിളപ്പിച്ചെടുത്തില്ലേ, അതൊഴിച്ച് എന്നിട്ട് നമ്മൾ പാലും കൂടി ഒഴിച്ച് പിന്നെ ഓരോ ബൺ മസ്ക് എടുത്ത് മുറിച്ച് ഓരോ ബൈറ്റ് അങ്ങ് കടിച്ച് കഴിച്ചാൽ അടിപൊളിയായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ.